ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തക്കുടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ മാൾ സിമുലേറ്റർ എന്ന ഗെയിമാണ് അല്ലേ. പുതിയ സ്വന്തമായിട്ട് മാളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏരിയ കൊള്ളാലോ, കിഡിൽ ഏരിയ ആണല്ലോ. ഇവിടെ സ്പേസ് കൂടെ കിഡിൽ ഏരിയ അല്ലേ, നല്ല കിഡിൽ ഏരിയ. കൊള്ളാം കൊള്ളാം. ഇത് കൊള്ളാൻ കേട്ടടാ. കിഡിലെ ഗെയിം. അവിടെ ഒന്നും എന്താണ് പോയത്? എന്താ ഫസ്റ്റ് എന്താ പറഞ്ഞേ? നമുക്ക് സൈഡിൽ മിഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്, അവിടെ പോയോക്കാം. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നെയിം യുവർ മാൾ, ക്ലിക്ക് ദ മാൾ സൈൻ ആൻഡ് സേവ് ദ നെയിം. ഇവിടെ നിൽക്കാനായിരുന്നല്ലേ, ഇവിടെ നിൽക്കിയിട്ട് പേര് കൊടുക്കണം. എന്താ കൊടുക്കപ്പോ? കുക്കുടുമാൽ മതില്ലേ? നമ്മൾ കുക്കുടുമാളിൽ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം കുക്കുടുമാളിലോട്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റോർ എടുക്കാൻ പറഞ്ഞാണ്. ഫസ്റ്റ് സ്റ്റോർ ഇവിടെയാണ്, വലിയ സ്റ്റോർ. ഓക്കെ, നോക്കണം. വലിയ സ്റ്റോർ എന്ത് ചെയ്യേണ്ടതില്ലേ? ഓപ്പൺ ചെയ്യാൻ ഫസ്റ്റ് സ്റ്റോർ ഗ്രൂപ്പ് ഏരിയ. എങ്ങനെ ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യണ്ട? ആഡ് വിസിറ്റ് അല്ല, ക്ലോസ് ഓപ്പൺ ആകില്ല. ഇങ്ങനെ ഓപ്പൺ ആക്കുക. അൺലോക്ക് ആയിട്ടുണ്ട്. ക്ലോത്ത് ഷോപ്പാണ് ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ 2000 രൂപ. മറ്റേ ലെവൽ 2 ആവണം. പിന്നെ ലെവൽ 3 ടോയ് ഷോപ്പ്, പിന്നെ ടെക് ഷോപ്പ്, ജ്വല്ലറി, കോസ്മിക്സ് ആ ഫാൻസി ടൈപ്പ്, പിന്നെ ബർഗർ ഷോപ്പ്, സിനിമ തിയേറ്റർ, സൂപ്പർ മാർക്കറ്റ്, കുറെ ഉണ്ട് കേട്ടോ. നമ്മള് കോടീശ്വരാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഡ്രസ്സും കടയിന്നാണ്. അപ്പൊ നമുക്ക് ഡ്രസ്സ് കഴിഞ്ഞാൽ എന്താ? അഡ്മിൻ ടാബിൾ ബൈ പ്രസ്സിംഗ് ടാബിൾ. ഓക്കെ, നമുക്ക് ബിൽസ്, റെന്റ് ഉണ്ട്, മാൾ ഡിസൈൻ മാറ്റാൻ, CCD ഒക്കെ കാണിച്ചു, ബാങ്ക് ഉണ്ട്, മാള് മാനേജ്മെന്റ്, സ്റ്റാറ്റസ്, ക്യാഷ് കൊണ്ട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാനേജ്മെന്റ് നോക്കാനാണ്. നമ്മൾ ക്യാഷ് 10K ക്യാഷ് ഉണ്ട്. 1K ക്യാഷ് 10 തന്നെയാണ്. ഓക്കെ, 1K ക്യാഷിൽ നമുക്കൊരു ജാക്കറ്റ് വാങ്ങാം. ടാങ്ക് ടോപ്പ് വേണ്ട. ജാക്കോക്ക് എന്താ? ടീഷർട്ട് വാങ്ങാം. ഇത് വാങ്ങാം. അത് ആവശ്യമില്ലല്ലോ. ഇനി എന്ത് വേണ്ടി? ഓർഡർ ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫോർ യുവർ സ്റ്റോർ. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ ഓർഡർ ചെയ്ത് കാർഡിൽ എത്ര റുപ്യായി? 400 റുപ്യ. ഓക്കെ, വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സാധനം വന്നാണ്. ഫസ്റ്റ് പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഇതെവിടെ വെക്കുക? ഇതെവിടെ നമ്മൾ തൂക്കിയല്ലേ? ഇവിടെ തൂക്കിടാം. തൂക്കിയാ പ്രൊഡക്റ്റ് എവിടെ? ഡ്രോപ്പ് എൻജി. അപ്പൊ ഇതിന് ഓക്കെ, എത്ര? 1 2 3 5 ഉള്ളൂ. 5 നമ്മൾ എന്ത് കച്ചവടം നടത്താനാ? ഒരു 100 വാങ്ങണ്ടേ? ബൾക്ക് വാങ്ങിയല്ലേ ലാഭം ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ ലാഭം ഉണ്ടാവുക. പ്രൈസ് ഹിയർ. ഇവിടെ അവിടെ വെക്കാം. കറക്കട്ടെ, എല്ലായിടത്തും വിഷയൊന്നുണ്ടാ. അതൊക്കെ മനസ്സിലാണ്ട് ഉണ്ട് എന്നൊക്കെ. ഇതോ ഇവിടെ അല്ല, ഇതും ഇവിടെ തന്നെ. ഓക്കെ, ഇനി ക്യാഷ് ഇടണ്ടേ? ടേക്ക് ബാക്ക്. അങ്ങനെ പറ്റും. എന്ത് പഠിച്ച അടുപ്പിച്ചോട്ടെ, നല്ല ഇതും അടുപ്പിച്ചോട്ടെ. ടേക്ക് ബാക്ക് ഫുഡ്. ഓക്കെ, ഇത് ക്യാഷ് മാറ്റണം. ക്ലിക്ക് ലാബിൽ ആൻഡ് സെറ്റ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ലാബിലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കോസ്റ്റ് വരുന്നത് 40 റുപ്യാണ്. നമ്മൾ ലാഭം ഇട്ടത് 22ആണ്. നമുക്ക് 22 പോരാ. നമുക്കൊരു റൗണ്ട് ആക്കി ഒരു 80 ഇടാം. അത് കുറച്ച് ഏറെയല്ലേ? അപ്പൊ നമുക്കൊരു അതിനെ പറ്റിക്കാം. നമുക്കൊരു 79 ഇടാം. 76 സോറി, 79 ഇടാം. അപ്പൊ അല്ലെ പൊട്ടന്മാരേക്കോ അല്ലെ വാങ്ങും. നമ്മള് സെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോ മാർക്കറ്റ് പ്രൈസ് 10% കുറവാണ്. 10% കൂടാക്ക, റൗണ്ട് ആക്ക. 10% കൂട്ടി ഇങ്ങനെ 10% കുറക്ക് 78.
എത്ര 29 അങ്ങനൊന്നും വേണ്ട 79 റൗണ്ട് ആക്കിയില്ല അല്ലെങ്കിൽ പിന്നെ ബില്ലടിച്ചുമ്പോൾ അവിടെ നിന്ന് ബുക്ക് തോണ്ടി വരും അതിനാറിൽ ഇതാണ് ബെറ്റർ. അപ്പോൾ ഇനി ഇതിന് എത്ര ഇത് 25 എടുക്കണേ അപ്പോൾ ഇതിനൊരു 85 അപ്പോൾ ഇതിന് 40 റുപ്യ ക്യാഷ്. ഓക്കെ ഇപ്പോൾ സെറ്റ്. ഞാൻ വില കൂടി പറഞ്ഞാൽ ഞാൻ ഇട്ട് അടിക്കുവാനാ ഉറപ്പാണ്. കുറഞ്ഞ വളരെ കുറഞ്ഞ വിലക്കാൻ കൊടുക്കില്ല വളരെ കുറഞ്ഞു. ഇതിന് 65 കൊടുക്കാം. ഇതിന് ലാഭം ഉണ്ട്. അപ്പോൾ ഓക്കെ ലെറ്റ്സ് ഗോ. ഓ ഏതാ മോഡൽ ഇന്റെ ഫോട്ടോ വെക്കടാ. ഇന്റെ ഷോപ്പിൽ ഇന്റെ ഫോട്ടോ വെക്കണ്ടി കണ്ട ഫോട്ടോ വെക്കണ്ടി. അത് ശരി. ഇനി എന്ത് ചെയ്യണ്ടി ഫ്ലിപ്പ് ദ സ്വിച്ച് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ മാൾ. ഓക്കെ ഇലക്ട്രിസിറ്റി ഓപ്പൺ ആക്കി ഷോപ്പ്. വെയിറ്റ് ഫോർ ദ ഫസ്റ്റ് കസ്റ്റമർ. കടന്നു വരൂ. പുതിയ ഓപ്പൺ മാളാണ്. ഓ ചേച്ചി കടന്നു വരുന്നുണ്ട്. ആരുണ്ടോ? ചേച്ചി മാത്രമേ ഉള്ളൂ. പോരാ ചേച്ചി വരൂ. സ്വാഗതം ചേച്ചി. ചേച്ചിക്ക് സ്വാഗതം. കമ ചേച്ചി വരൂ. ചേച്ചിക്ക് എന്താ വേണ്ടേ? ആ കുട്ടികളുടെ ഡ്രസ്സല്ലേ ചേച്ചിക്ക് ഇപ്പം എന്ത് ഡ്രസ്സ്? ആ ചേച്ചി കുപ്പായ വന്നിങ്ങനെ ഇവിടുന്ന് കുപ്പായ വാങ്ങിയിടാനല്ലേ? എന്ത് എന്താ വില ഏറെ? എക്സ്പെൻസീവ്. ഓക്കെ സ്റ്റാർട്ടിങ് ആയിട്ട് വാങ്ങില്ല. വില കുറക്കാം. വില കുറക്കാം. ഇതൊരു 55 ആക്കാം. 30 മതി. വില കുറച്ച്. ആ കസ്റ്റമറും ഉണ്ട് കേട്ടാ. എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങാനുള്ള ടീമുണ്ട് നമ്മളെ കസ്റ്റമേഴ്സ്. ഓക്കെ ചേച്ചി കാട നല്ല ചേച്ചി അതൊന്നല്ലേ. 85 85 ഡൺ. നെക്സ്റ്റ് കസ്റ്റമർ ഒച്ചാണല്ലോ. ചേട്ടാ ക്യാഷ് തരില്ല ചേട്ടാ. ഞാൻ എത്ര ചേഞ്ച് കൊടുക്കണേ? 48 ചേഞ്ച് കൊടുക്കാം. 5 കൂടി റിട്ടേൺ ആ റിട്ടേൺ പറ്റും. ആ ഇത് പോ. ഓക്കെ ഡൺ. നെക്സ്റ്റ് ആ ഇങ്ങനെ വരണം. കാർഡ് തരൂ. കാർഡാണ് നമുക്ക് നല്ലത്. നമുക്കും നിങ്ങൾക്കും നല്ല കാർഡ്. നെക്സ്റ്റ് ഓ ചേച്ചി 2 വാങ്ങണ്ട്. എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്കറിയാം മുതലാളി. ഞാൻ മാറ്റാം. എനിക്ക് കസ്റ്റമേഴ്സ് വേണ്ടി സമയമില്ലേ. ഒരു പണിക്കാരനെ വെക്കണം. പണിക്കാരനെ 2 വാങ്ങണം. അപ്പോൾ എക്സ്പെൻസീവ് സീലുള്ള കാര്യമൊന്നുമല്ല. ആൾക്കാർ വാങ്ങണൊക്കെ ഉണ്ട്. കസ്റ്റമേഴ്സിന് ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ ചിലരൊന്നും ചലക്കണേ വിലയാണ്ട് ഓല് ഫുള്ള് മാള് എന്നാൽ പിന്നെ മാളത്തെ വില ഉണ്ടാവൂലേ? അത് ശരി. മാള് പറയുമ്പോൾ അതിനുള്ള എക്സ്പെൻസീവ് വേണ്ടേ മാളിന്? നമുക്കൊരു കച്ചവടത്ത് നമുക്ക് അതിൻ്റെ മാൾ എക്സ്പെൻസ് എന്തൊക്കെ കൊടുക്കണം? സ്വന്തം മാളാണ്. അപ്പോൾ എത്ര ക്യാഷ് പോകും ചേച്ചി മനസ്സിലാക്കി ചേച്ചി. കാർഡ് 55 ഓക്കെ. ഞാൻ വില കൊടുക്കാം. വേണ്ട അർത്ഥം കുറച്ചേക്കാം. 79 അപ്പോൾ 65 ലാഭമുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഒരു 70 ഓക്കെ. ഇനി നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ സാധനം കഴിഞ്ഞു. കസ്റ്റമർ ഉണ്ട്. നമുക്കൊന്ന് ഓർഡർ ചെയ്യാം ഗൈസ്. നമുക്ക് ഇനി എന്ത് ഓർഡർ ചെയ്യാം? ഇത് നമ്മളില്ല. ഇത് നടന്നൂടാ. അതിനുള്ള പൈസ ഒന്നും ചെയ്യില്ല. ഇത് കുറച്ച് മതി 6 വാങ്ങാം. ഇത് കുറച്ച് 6 വാങ്ങാം. ഇതും കുറച്ച് 6 വാങ്ങാം. ഇതൊക്കെ ആകുമ്പോൾ ഒന്നുമേ സ്റ്റോക്ക് നടത്തി കൊടുത്താൽ മതി. ഇനി ഓറഞ്ച് ഇവിടെ 50% ഓഫറൊന്നും ഇല്ല കേട്ടോ. ഇവിടെ 15% ഏറെ ക്യാഷ്. മാട് വാങ്ങിയാൽ മതി. ഇവിടെ അങ്ങനെയാണ്. ഇത് എൻ്റെ മാള് എൻ്റെ കഥ. ആ രാത്രിയായി അതാണ് 22 11 ഏകദേശം. അതാണ് കച്ചവടമില്ലാത്ത ആൾക്കാർ പോയി. ബാക്കി ഇവിടെ വെക്കാം. എന്ത് ചെയ്യാലോടാ? ഇതെന്തുണ്ട്? പാർക്കിംഗ് മീറ്റർ ഇൻക്ലൂഡ് ഫുൾ വേർഷൻ. ആഡ് ടു ഫ്ലിപ്പ് ടു ദ എൻഡിലെ. ഓക്കെ. ഓ അങ്ങനെ ഉണ്ടാവുള്ളൂ. വെറുതെ എൻ്റെ ഭാഗത്ത് അത് എൻ്റെ പറഞ്ഞോളൂ. ഞാൻ കേട്ടെ എന്തൊരു ഫ്ലിപ്പ് ചെയ്ത ഓഫോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഡേയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് 3 പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് 6 ആൾക്കാരാണ്. അത് ഫസ്റ്റ് എക്സ്പെൻസീവ് പോയി. പിന്നെ പൈലറ്റ് പ്രൊഡക്റ്റ് ഫൗണ്ട് എക്സ്പെൻസീവ് ആൾക്കാർ പോയി. ടോട്ടൽ 21 കസ്റ്റമേഴ്സിൽ മാൾ പോയിന്റ് 71% ആകെ 200 ആവും പ്രോഫിറ്റ് ചെയ്യുന്നു. മൈൻസ് നമുക്ക് പ്രൊഡക്റ്റ് ഫസ്റ്റ് ഡേ അല്ലേ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിക്കില്ല. അപ്പോൾ അങ്ങനെ തന്നെ നോക്കണ്ട. ഓക്കെ നെക്സ്റ്റ്
നെക്സ്റ്റ് ഡേ ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കല്ലേ? അതൊന്നും വേണ്ട. ഓപ്പണായി. കടന്നു വരൂ. ചൂടുള്ള ഡ്രസ്സുകൾ കടന്നു വരൂ. വളരെ വിലക്കുറവ് അല്ലേ? 15% ഓഫ് ഉണ്ട് 15%. ബിഗ് സെയിൽ 15%. ഇവിടെ നമ്മൾ കുറെ കണ്ടോ, ഇവിടെ ഷോപ്പ് ഇറങ്ങാണ്ടോ? ഷോപ്പ് ഇറങ്ങിയിട്ട് ഞാൻ ഇവിടെ ഒരു പൊളി പൊളിക്കും. റിച്ചടാ, കമോൺ റിച്ച്, കടന്നു വരൂ. കേട്ടോ, ഒന്നും മതിയോ? നല്ല വില കുറവാട്ടാ. ഇന്നലൊക്കെ ഇതിന് ആക്റ്റീവ് വിലയാണ്. ഇപ്പൊ ആക്റ്റീവ് വില കുറഞ്ഞിരിക്കണം. മാന ഇനി എടുത്ത് പോയിക്കോ, ഇനി കിട്ടൂലെന്ന്. എന്തായിട്ട് കിട്ടില്ല. ഓക്കെ, 55. നെക്സ്റ്റ് ചേഞ്ച് പോട്ടെ. ഓക്കെ, എത്ര 70? എത്തി 2 എടുത്തോളി. ഇനി ഇത്ര കുറഞ്ഞേക്കൊന്നും കിട്ടില്ല കേട്ടോ. 65. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമർ. എന്താ അതിന് ടു എക്സ്പെൻസീവ് പറയണേ? പിന്നെ കഴിഞ്ഞ് 35 വില ഉണ്ടോ? നോക്കട്ടെ വെയിറ്റ് കഴിഞ്ഞിട്ട് വരാം. വില നോക്കട്ടെ. അപ്പൊ ചേച്ചിക്ക് ഞാൻ ഇങ്ങൾക്ക് ഒരു 50 ഇടാം. 50 ഇഞ്ഞു കുറയില്ല. ഇഞ്ഞു കുറക്കാൻ പറഞ്ഞാൽ നടക്കൂല. അമ്മ കച്ചവടം മോശം. അതൊന്നും വിചാരിക്കരുത്. 65. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റമർ. ഇതാണ് എനിക്കിഷ്ടം. കാർഡ് കൊണ്ടുവന്നാലേ അമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചേഞ്ച് കൊടുക്കാം. നമുക്ക് റിസ്ക്. നമുക്കിനി ഒരു പണിക്കാരനൊക്കെ വാങ്ങണം. നോക്കട്ടെ, പണിക്കാരനൊക്കെ എത്ര ക്യാഷ് നോക്കട്ടെ. എന്നാ ശരിയാവില്ല. നമുക്കിങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങി കൊടുക്കാം. ഈ പണിക്കാരൻ ഇല്ലെങ്കിൽ സീനാണ്. അപ്പൊ ഈ അടുത്ത കട കൊണ്ടുമ്പോ നമുക്ക് അടുത്ത കടയിൽ നോക്കണ്ടേ? അപ്പൊ ഇത് നോക്കാം, അത് നോക്കാൻ പറഞ്ഞാൽ പണിക്കാരന്മാരില്ല, ശരിയാവില്ല ഗൈസ്. ടു റിസ്കി. കച്ചവണ്ട് ലാഭം ഫുള്ള് ലാഭം. അപ്പൊ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ലാഭം പറഞ്ഞാലും ആൾപ്പോര് 130, അത്രേ ഉള്ളൂ. നമ്മൾ ബാങ്ക് കച്ചവടം ഉണ്ടാക്കും. പിന്നെ സ്റ്റാഫ് കോസ്റ്റ്, ബിൽ കോസ്റ്റ് നമുക്കില്ല. 1500 പ്ലസ് പിന്നെ നമുക്ക് ഇന്ന് വാങ്ങണം. അപ്പൊ നമ്മൾ ലെവല് 3 ലെവൽ ഇപ്പൊ 1. ലെവൽ ഇപ്പൊ 1. എന്ത് വർത്താനാണ് ഇത്രയും ചെയ്തിട്ടും ലെവൽ 1 കേട്ടോ. ഇത് നമുക്ക് നോക്കാനില്ല. ബില്ല് ചെയ്യാണ്. ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് ചെയ്യണ്ടേ? ഡ്യൂ ഡേറ്റ് 5 അടിച്ചേക്കാം. അത് റിസ്ക് എടുക്കണ്ട. സ്റ്റോറന്റ് മുടിന്റെ ക്യാഷാണല്ലോ, നോക്കണില്ലേ? ബാങ്കോ നമുക്ക് ലോണൊക്കെ എടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് 2%. റിട്ടേൺ പേയ്മെന്റ് 5300 കൊടുക്കേണ്ടി വരും. 300 നഷ്ടം. ഡെയിലി പേയ്മെന്റ് 1700. 3 ദിവസം കൊണ്ട് പറ്റുള്ളൂ അല്ലേ? പറ്റില്ല, അത് റിസ്കാ. എനിക്ക് ഇതൊന്നും വേണ്ട. എന്റെ ക്യാഷ് ഉണ്ട്, ഞാൻ ഉള്ളതുകൊണ്ട് ചോദിച്ചോണ്ട് കേട്ടോ. നിങ്ങളിപ്പോ കടം വാങ്ങി കടബാധ്യത എനിക്ക് താല്പര്യമില്ല. സ്പോർട്സ് മാർട്ട് നമുക്ക് ആയില്ല, നമുക്ക് പോത്തിലായിട്ടുള്ളൂ. നമുക്ക് ഇത് വാങ്ങി നോക്കാം. ഇത് അത്യാവശ്യം വാല്യൂ സാധനമാണ്. ഇത് വാങ്ങാം. ഇതും ഒന്നുമേ സ്റ്റോക്ക് ഇറക്കാം. പിന്നെ നമുക്ക് നോക്കണം കേട്ടോ. ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ടോ? ലെവൽ 2 അടുത്ത് നമുക്ക് അടുത്ത ഷോപ്പിന്റെ ഡ്രസ്സാണ് വാങ്ങാൻ പറ്റും. ഷൂവും ചെരുപ്പ് വാങ്ങാൻ പറ്റും അല്ലേ? കൊള്ളാം, അത് സെറ്റ് ആക്കണം. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ക്ലോത്ത് ഹാങ്ങർ വാങ്ങാൻ പറ്റും. അതൊന്നും വാങ്ങിയാലോ? ക്യാഷ് നമ്മൾ ഉണ്ട് ഏതായാലും. ഒരു ക്ലോത്ത് ഹാങ്ങർ വാങ്ങാം കേട്ടോ. ഡെക്കറേഷൻസും നമുക്ക് ആയിട്ടില്ല. ട്രാഷ് ക്യാൻ അങ്ങനെ വാങ്ങാൻ പറ്റും. യൂണിറ്റ് പ്രൈസ് ആണ്. പിന്നെ നോക്കാം. വർക്കേഴ്സ് ഉണ്ട്. ലെവൽ 2 ക്യാഷ്യർ ആക്കാൻ പറ്റും. അതിനെ റീസ്റ്റോക്കർ ആക്കാൻ പറ്റും. അതിനെ ആൻഡ് മോർ പിന്നെ അങ്ങനെ പോകും. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 18,000 ഞാൻ നോക്കുന്നില്ല ഇപ്പൊ. ഞാൻ നോക്കിയില്ല. പൈസ നമ്മളെ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? തുറക്കാം. പിന്നെ നമുക്ക് ഞാൻ വില വരുന്നത് ഭയങ്കര വില കുറവിൽ നമ്മൾ കൊടുക്കണേ. ഞാൻ വില വരുന്നിട്ടോ. ഞാൻ വില പറഞ്ഞാൽ ഞാൻ എടുത്ത് കുത്തും. ഒപ്പം
ഫസ്റ്റ് കസ്റ്റമർ വരുന്നുണ്ട്. ചേച്ചി കയറൂ. ഞാൻ വരി. നമ്മളുണ്ട്. ഞാൻ വരികൾ. വീടെല്ലാം ഷെയർ ചെയ്യുക, സബ് മറക്കല്ലേ. ഓക്കെ, താങ്ക് യു. എന്ത് ചേച്ചി ഇങ്ങനത്തെ കാർഡ് പറഞ്ഞാൽ കാർഡാകുമ്പോൾ സുഖമാണ്. നെക്സ്റ്റ് ഇപ്പന്മാരൊക്കെ 1-2 വാങ്ങി എങ്ങനെ കച്ചവടം നടക്കാം? നിങ്ങൾക്ക് വേണ്ട പേര് കുട്ടികളും മക്കളൊക്കെ ഇല്ലേ, വാങ്ങി വലിച്ചു വാരി കുടിക്കുന്നു. വലിയ ഹാപ്പി ആവത്തേ. ഇല്ല ഇപ്പൊ എന്താ പറയാ, 19 ഞങ്ങൾ തരണം. ഇങ്ങോട്ട് തരുമോ? ഒന്ന് ഞാൻ പണിക്ക് എന്നിട്ട് ഒരു ക്യാഷ്യറിന്റെ ആളെ ആവശ്യമുണ്ട്. ചേച്ചി ക്യാഷ്യറിന് ആളെ ആവശ്യമുണ്ട് കേട്ടോ. 6 ആരെൻ്റെ അയച്ചെന്നെ. ചേച്ചി മൈൻഡ് ആക്കില്ല നമ്മളാ. ചേച്ചിക്ക് സാധനം വാങ്ങാൻ പോവാ, നമ്മളൊന്നും മൈൻഡ് ആക്കൂല. നമ്മൾ ഇത്ര ഓഫർ കൊടുത്ത് നമ്മൾ മൈൻഡ് ആക്കില്ല. ചേച്ചി എന്തുവാ ചേച്ചി, ഇതായാ പറ്റുമോ? നമ്മളും മനുഷ്യനല്ലേ. നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോയാലേ നമുക്കൊക്കെ ഒരു കച്ചവടം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞോ. ദിവസം കഴിഞ്ഞിങ്ങനെ ഓക്കെ. അങ്ങനെ 17 കസ്റ്റമേഴ്സ്, ടോട്ടൽ 21 കസ്റ്റമേഴ്സ്. അതിൽ പ്രൊഡക്റ്റ് ഫൗണ്ട് ചെയ്യാത്ത 3 പൊട്ട കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് എന്താ വേണ്ടത് എനിക്കറിയത്തില്ല. പിന്നെ എക്സ്പെൻസീവ് പറഞ്ഞാല് നിങ്ങൾക്ക് എന്തെങ്കിലും മാളിൽ ഒന്ന് സാധനം വാങ്ങുന്നാല്, പിന്നെ മാളിൽ സാധനം വാങ്ങി നിൽക്കാം. നമുക്കൊക്കെ ഇത്ര എക്സ്പെൻസീവ് സാധനം വാങ്ങാൻ പറ്റില്ലെങ്കിൽ കുക്കുറുമാളി വന്നാൽ കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ഉണ്ടാവും ഗൈസ്, മനസ്സിലായോ? അപ്പം ലെവൽ എത്രയായി? 2 ആയില്ല. അപ്പം നമുക്ക് സാധനം വന്നില്ല. അവിടെ പുതിയ സാധനം വന്നുകൊണ്ടല്ലോ. ലൈസൻസ് വാങ്ങണം. നമുക്ക് ലൈസൻസ് വാങ്ങാം. നമ്മുടെ ക്യാഷ് ഉണ്ട്. നമ്മൾ പുതിയ ലൈസൻസ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അയ്യോ ലൈസൻസ് വാങ്ങിട്ടോ, അതിൻ്റെ ക്യാഷ് നമ്മളില്ല. പഴയ സ്റ്റോക്ക് തന്നെ നടക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്ത് മുടിഞ്ഞ വിലയാണ്. ഇങ്ങനെയൊക്കെ വില വെച്ചാൽ നമ്മളിങ്ങനെ സാധനം വാങ്ങി രക്ഷപ്പെടുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളത്തെ വീഡിയോ ഗൈസ്. അപ്പം എല്ലാവർക്കും കുക്കുടുമാളിനോട് ടാറ്റ. ഓക്കെ, ടാറ്റ.